അപ്പോൾ ബി ജെ പി പരാജയപ്പെടുത്തുന്നത് ഇടതുപക്ഷ എം എൽ എമാരെയാണ്. ഇടതുപക്ഷ എം എൽ എമാർ തോൽക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കോൺഗ്രസിനല്ല, ബി ജെ പിക്കാണെന്ന് ഓർക്കണം. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ കേരളത്തിൽ തന്നെ അവരെ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. കേരളത്തിൻ്റെ പോലീസ് മേധാവി RSSൻ്റെ രാജ്യത്തെ പ്രമുഖരായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് മുസ്ലിം സമുദായത്തിൽ സംശയം ഉളവാക്കിയിട്ടുണ്ട്. RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇടതുമുന്നണി ഇത്ര വലിയൊരു തോൽവിയിലേക്ക് പോയത്? കേരളത്തിലെ ഭരണം മാറി മാറി വരുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും പരിഭ്രാന്തിയില്ല. ഇതിനേക്കാൾ വലിയ പരാജയം നേരിട്ടിട്ടുണ്ട്. 1977 UDF 111 സീറ്റിലാണ് ജയിച്ചത്. 3 വർഷം കഴിഞ്ഞ് നടന്ന ഇലക്ഷനിൽ 1980 നയനാറിൻ്റെ നേതൃത്വത്തിൽ 98 സീറ്റുമായി LDF തിരിച്ചു വന്നു. ഇപ്പോൾ കേരളത്തിൽ ഭരണം മാറി മാറി വരുന്ന ഒരു സ്വാഭാവികമാണ്. എന്നാൽ ഇത്തവണ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത 3 സീറ്റുകളിൽ BJP വിജയം നേടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ 3 സീറ്റുകളിൽ BJP പരാജയപ്പെടുത്തിയത് സിറ്റിംഗ് LDF സ്ഥാനാർത്ഥികളെയാണ്. 2 CPM MLA-മാരെയും 1 CPI MLA-യുമാണ് പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ BJP പരാജയപ്പെടുത്തുന്നത് ഇടതുപക്ഷ MLA-മാരെയാണ്. ഇടതുപക്ഷ MLA-മാർ തോൽക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കോൺഗ്രസിനല്ല, BJPക്കാണെന്ന് ഓർക്കണം. ഉദാഹരണത്തിന് തിരുവല്ലയിൽ തന്നെ മാത്യു തോമസിന് LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 20,000 വോട്ട് കുറവാണ്. BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 20,000 വോട്ട് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ തോൽക്കുകയും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് കോൺഗ്രസിനല്ല, BJPക്കാണ്. കേരളത്തിൻ്റെ മതേതര ഭാവിയെക്കുറിച്ച് വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ മിനിഞ്ഞാന്ന് നടന്ന കൗണ്ടിങ്ങിൽ കാണുന്നത് ബംഗാളും ബീഹാറിൻ്റെ വഴിയിലായി. UP, ബീഹാർ, ബംഗാൾ, ഇന്ത്യയിലെ വലിയ സ്റ്റേറ്റുകളെല്ലാം ഇപ്പോൾ BJPയുടെ കയ്യിലായി. പഞ്ചാബ് ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റും ഉത്തരേന്ത്യയിൽ BJPയുടെ കയ്യിലായി. ഇപ്പോൾ ഇനി അവർ ശ്രദ്ധിക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യയിലാണ്. ആ വസ്തുത വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ BJPയുടെ ഈ വിജയം മതേതര ശക്തികൾക്ക് ഉത്കണ്ഠ ഉളവാക്കുന്നതാണ്. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നോ കേരളത്തിൽ? ഭരണവിരുദ്ധ വികാരത്തേക്കാൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ LDFനെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ അവരെ സംരക്ഷകരായി വെച്ചിരുന്നത്. പക്ഷേ ഏതൊക്കെയോ ചില സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഏകീകരിക്കുകയും അത് UDFന് അനുകൂലമായിട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് LDF അതിൻ്റെ സെക്കുലർ ക്രെഡൻഷ്യൽസ് നിലനിർത്തി ന്യൂനപക്ഷ സമുദായങ്ങൾ, അവരാണല്ലോ കേരളത്തിലെ 40% എന്ന് പറയുന്നത്, അവരുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ കേരളത്തിൽ തന്നെ അവരെ അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ പരിഗണിച്ചു. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അവർക്കൊരു താല്പര്യക്കുറവിന് ഇടയാക്കിയിട്ടുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടോ? മുസ്ലിം സമൂഹം 2021 അസംബ്ലി ഇലക്ഷനിൽ LDFനെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ്. എന്നാൽ പിന്നീട് നടന്ന ചില സംഭവങ്ങൾ ഈ സമൂഹത്തിൽ ചില സംശയങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPയുമായി ഒരിക്കലും സന്ധി ചെയ്യില്ല, അത് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. പക്ഷേ 2 സംഭവങ്ങൾ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കി. ഒന്നാമത്
കേരളത്തിൻ്റെ പോലീസ് മേധാവി RSSൻ്റെ രാജ്യത്തെ പ്രമുഖരായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് മുസ്ലിം സമുദായത്തിൽ സംശയം ഉളവാക്കിയിട്ടുണ്ട്. രണ്ടാമത്, ഇപ്പോൾ പ്രവീൺ ചോദിച്ച പോലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ നേതാവ് മലപ്പുറത്തിനെതിരെയും മുസ്ലിം ജനവിഭാഗത്തിനെതിരെയും നടത്തിയ ചില പരാമർശങ്ങളെ അപ്പോൾ തന്നെ LDF തള്ളിപ്പറയണമായിരുന്നു. ഈ ഭവനത്തിൽ വന്നപ്പോൾ ഞാനത് തള്ളിപ്പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. LDF എന്നുള്ള രീതിയിൽ അതിനെ തള്ളിപ്പറയണമായിരുന്നു. ഇനിയിപ്പോൾ ഒരു തിരിച്ചുവരവ്, ഇപ്പോൾ 10 വർഷം LDF ഭരിച്ചു, ഇനിയിപ്പോൾ 100-ലധികം സീറ്റുമായി UDF വന്നിരിക്കുന്നു. ഒരു തിരിച്ചുവരവ് ഇനി കേരളത്തിൽ LDFന് സാധ്യമാണോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയം 5 വർഷം കൂടുമ്പോൾ മാറുക എന്നുള്ളത് ഇപ്പോൾ അത് 10 വർഷമായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 77-ൽ UDF അന്ന് 140 അസംബ്ലി സീറ്റേ ഉള്ളൂ. 111 സീറ്റാണ് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ UDF നേടിയത്. 3 വർഷം കഴിഞ്ഞ് കെ നായരുടെ നേതൃത്വത്തിൽ 98 സീറ്റായി LDF തിരിച്ചു വന്നു. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും ഒരു സാമൂഹ്യ അടിത്തറയുണ്ട്. വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ സാമൂഹ്യ അടിത്തറ അത് ക്ഷയിച്ചിട്ടില്ല. ന്യൂനപക്ഷ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ LDFിലെ ഘടകകക്ഷി 11 ഘടകകക്ഷികളിൽ CPM, CPI, RJD എന്നീ 3 കക്ഷികൾക്ക് മാത്രമേ പ്രാതിനിധ്യമുള്ളൂ. ബാക്കി 8 കക്ഷികൾക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമില്ല LDFിൽ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കാര്യം ആവശ്യമാണ്. ജനാധിപത്യ സോഷ്യലിസ്റ്റ് കക്ഷികൾ, ജനതാ പാർട്ടികൾ, സോഷ്യലിസ്റ്റ് പാർട്ടികൾ, NCP ഉൾപ്പെടെയുള്ള പാർട്ടികൾ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒരുമിച്ച് വന്ന് ഒരു പാർട്ടിയായിട്ട് മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. നാലാമതായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും കുറച്ച് മാറ്റങ്ങൾ വരണം. ന്യൂ ഇമാജിനേഷൻ, പുതിയ ഭാവന വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യ കക്ഷികൾ പറയുന്ന കാര്യങ്ങൾ കുറേ കൂടെ ആശയപരമായ കാര്യങ്ങൾ, സ്ഥാനമാനങ്ങളല്ല, ആശയപരമായ കാര്യങ്ങളെക്കുറിച്ച് നിരന്തരമായ സംവാദവും അതിനൊരു ബഹുമാനവും വേണം. മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടനയിലും മാറ്റം വരണം. അതിലെ എല്ലാ പാർട്ടികൾക്കും ഒരു സമത്വബോധം വേണം മുന്നണിയിൽ. 35 വർഷം മുമ്പ് ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിലെ LDF കൺവീനറായിരുന്നു. 35 വർഷം മുമ്പ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയിലും ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു കൺവീനർ സ്ഥാനമില്ല. അപ്പോൾ എല്ലാ പാർട്ടികൾക്കും LDFിൽ ഞങ്ങൾ സമത്വം ഉള്ളവരാണെന്നൊരു തോന്നലുണ്ടാക്കത്തക്കവണ്ണം ഘടനയിലും മാറ്റം വരണം. LDFിൽ എല്ലാ ഘടകകക്ഷികൾക്കും വരും നാളുകളിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകണം. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ചില സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ അത് തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ദോഷമായി ഭവിച്ചു എന്നും ഇപ്പോൾ RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.